ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ നല്ല ഈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഈ ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഇട്ടിന്. അത് പക്ഷേ വ്ളോഗായതുകൊണ്ട് പിന്നെ കുറേ ആൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വേറെ തന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്തത്. പിന്നെ അതുമല്ല, ഞാൻ വ്ളോഗിലിട്ട ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. ഞാൻ ഇതിൽ ഉരുളക്കിഴങ്ങ് ഇടുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തത്. ഈ ചിക്കൻ ഞാൻ നല്ലോണം കയറ്റി വൃത്തിയാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചെടുത്താൽ മതി. നമ്മൾ പിന്നെ പൊടിയെല്ലാം വറുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത്. അപ്പോൾ കൂടുതൽ നെയ്യിൻ്റെ ആവശ്യമില്ല. ഇതിൽ വെറും 2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സവാള ഇതിലിട്ടിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി വാട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അപ്പോൾ നമ്മൾ ഉള്ളിയുടെ വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണം ഇഞ്ചി എടുക്കാൻ, പിന്നെ വെളുത്തുള്ളി ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാൻ 5 പച്ചമുളകാണ് ഇതിലിട്ട് കൊടുത്തത്. അപ്പോൾ പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് എടുത്തത്. വലിയ തക്കാളി ആണെങ്കിൽ 1 തക്കാളി മതി. എന്നിട്ട് തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം. തക്കാളി നല്ലോണം വാടി വരണം. അപ്പോൾ നമ്മൾ ഇതിലുള്ള തക്കാളി നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. കൂടിയാൽ 1 കപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കാം. അത്രയും മതി. ഞാനിപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള പൊടികൾ നമുക്ക് നെയ്യിൽ വറുത്തിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കനിവിടെ വെന്തിനോ നോക്കാം. 3 വിസിലായിട്ടുണ്ട്. അപ്പോൾ ചിക്കന് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ആയാലും മതി. പിന്നെ വെളിച്ചെണ്ണയിൽ പൊടി വറുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ഗ്രാമ്പു 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല. ഇത് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇതിലിട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് 3 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണ് നിറയെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. പിന്നെ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വേണം പൊടി ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ കറിക്ക് ഒരു കയ്പ്പ് രസമായിരിക്കും ഉണ്ടാകാൻ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ഇതുപോലെ പൊടികൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഈ പൊടിൻ്റെ കളറ് മാറി വരുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് ചിക്കൻ കറി ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം കുറച്ച് കൂട്ടിക്കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ മൂടി തുറന്ന് നോക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈസി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെഡിയായി.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് എന്തിനും നല്ല കോമ്പിനേഷനാണ്. നെയ്ച്ചോറ്, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.